പൊടിച്ചിലരിയാണ് അത് പുട്ടിനുള്ള പൊടിക്കാൻ. പിന്നെ പച്ചരി കഴിഞ്ഞ പ്രാവശ്യം പിള്ളേരെ കൊടുത്തിട്ടുണ്ട്. അതിൽ 5 കിലോ പുട്ടിന് പൊടിക്കുക. ബാക്കി അവലോസ് വറക്കാൻ. തേങ്ങയില്ല, തേങ്ങ ഒന്നിലെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ വരുമ്പോൾ അടുത്ത പ്രാവശ്യം കൊണ്ട് തരുമോ എന്നിട്ട് വെച്ചാൽ മതി. അതെടുക്കണ്ട, അത് എനിക്കൊക്കെ അത്രേ ഉള്ളൂ. അരി വറക്കാൻ നിൽക്കണോ? അരി വറക്കാൻ നിൽക്കുന്നതല്ല, അരി പൊടിക്കുന്ന മിഷൻ. ആദ്യം കണ്ടില്ലേ അരി വറക്കുന്ന മിഷൻ. ഹലോ, അപ്പൊ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് വീഡിയോ എന്ന് എത്തിക്കുന്നത് വേറെ എങ്ങുമല്ല, എന്റെ സ്വന്തം നാടായ ആൾക്കലിലാട്ടോ. ആൾക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴ ഉടുമ്പന്നൂർ ആൾക്കല് ഒരു 10-24 കിലോമീറ്റർ വരും. അപ്പൊ ഇവിടെ നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ കൂടി ഒരു ചെറിയൊരു സംരംഭം നടത്തുന്നുണ്ട്, മില്ലാണ്. അപ്പൊ അവിടുന്ന് പൊടികളൊക്കെ കേരളത്തിന് പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ചേച്ചി മാത്രമല്ലോ ഇല്ല, എത്ര പേരുണ്ട്? ഞങ്ങള് 4 പേര്. 4 പേര് കൂടി അല്ലേ? 4 പേര് കൂടി. കുടുംബശ്രീ സംരംഭമാണോ? കുടുംബശ്രീ, ആരാധന കുടുംബശ്രീയുടെ. അതല്ലേ. ഇപ്പൊ ഇങ്ങനെ വേറൊരാൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? പറഞ്ഞു കൊടുക്കാലോ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണം എന്ന് ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറെ നാളെ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങള് ചപ്പാത്തി പ്രസ്സാണ് അതുകൊണ്ട് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് പിന്നെ അത് പാടാൻ തോന്നി. പിന്നെ ഞങ്ങള് പൊടിമില്ല് ഇടാന്ന് ഓർത്ത് അങ്ങനെയാണ് ഞങ്ങള് വ്യവസായ വകുപ്പിൽ അന്വേഷിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് ഒരു ലോൺ കിട്ടി. 5 ലക്ഷത്തിന്റെ ഒരു ലോൺ കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അതിന്റെ പുറകെ പോകണം. അതിന്റെ കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് നമ്മളെല്ലാം ചെയ്ത് കൊണ്ടുവരണം. അത്രേ ഉള്ളൂ. ആദ്യം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ, പിന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മള് സാധാരണ രീതി എല്ലാവരും സഹകരിച്ച് 4 പേരും. എനിക്കൊന്ന് പറയാനുള്ളൂ, കുടുംബശ്രീ സംരംഭമാണ്. എല്ലാരും പറയും പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നു. പക്ഷെ അതൊന്നും പാടില്ല. നമ്മള് 4 പേരും ഒത്തൊരുമിച്ച് നിന്നാൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പൊ 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞല്ലേ? അടിപൊളിയായിട്ട് പോകുന്നു. അടിപൊളിയായിട്ട് പോകും. നിങ്ങളുടെ ഇതില് പൊടികളിലൊക്കെ മായം ഉണ്ടോ? ഒരു മായവും ഇല്ല. ആർക്ക് വേണേലും കുഞ്ഞു പിള്ളേർക്ക് പോലും നമ്മുടെ പൊടി കൊടുക്കാം. എന്താന്ന് വെച്ചാൽ നമ്മള് കടയിൽ നിന്ന് മേടിക്കുമ്പോ നമ്മള് എല്ലാം ഒരു മായവും ഇല്ല. നമ്മള് എവിടുന്ന ഈ മഞ്ഞളും മുളകൊക്കെ എടുക്കുന്ന എവിടുന്നാ? മഞ്ഞള് ഞങ്ങൾക്ക് ചെറിയ വീടുകളിൽ നിന്നാണ് അവര് കൊണ്ടേ തരും. ഞങ്ങൾ ചോദിക്കും, അങ്ങനെ അവര് കൊണ്ടേ തരും. അങ്ങനെയാണ് ഞങ്ങൾ പൊടിച്ച്. നല്ല സാധനമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സാധനത്തിന് ഇച്ചിരി ഡിമാൻഡ് ഉള്ളത്. കേരളം കടന്നു. കേരളം കടന്നു പോയത്. സൗദിയിലൊക്കെ പോയിട്ടുണ്ട്. കർണാടക, ആലപ്പുഴ. എന്റെ മോനെ മറന്നിരിക്കണേ, പണിയിലാണോ? അതെ. ഞാൻ ഇവിടെ മെഷീൻ ക്ലീൻ ചെയ്യുമായിരുന്നു. അപ്പൊ മഞ്ഞളിന്റെ മെഷീനായത്. അത് കുറച്ച് ഓർഡർ ഉണ്ട് ഞങ്ങക്ക്. അത് മഞ്ഞള് പൊടിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ അത് പിടിക്കാൻ വേണ്ടി കുഴപ്പമില്ല. എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നു. ഞാൻ 4 പേരായിരുന്നു. 3 പേര് ഞങ്ങള് കൃത്യം എല്ലാ ദിവസവും വരാറുണ്ട്. ഒരാൾക്ക് സുഖമില്ലാണ്ട് കുറച്ച് നാളത്തേക്ക് കൊടുക്കും. അരി, ഗോതമ്പ്, മഞ്ഞള്, മല്ലി, മുളക്, പിന്നെ കുറുമ്പുല്ല്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പൊടിച്ചു കൊടുക്കാറുണ്ടല്ലേ? ഇവിടെ അവലോസ് പൊടിച്ച് വറുത്ത് ഞങ്ങള് കൊടുക്കാറുണ്ട്. അല്ലാതെ പൊടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല അഭിപ്രായം എല്ലാവർക്കും അവലോസ് പൊടിയോട്. പിന്നെ അരി വറക്കാൻ നിൽക്കണോ? അരി വറക്കാൻ നിൽക്കുന്നതല്ല, അരി പൊടിക്കുന്ന മിഷൻ. ആദ്യം കണ്ടില്ലേ അരി വറക്കുന്ന മിഷൻ? ആദ്യം അരി വറക്കുന്ന മിഷൻ. അരി 10 കിലോ, 20 കിലോ, 15 കിലോ ഒക്കെ ഞങ്ങള് വറുത്ത് കൊടുക്കുന്നുണ്ട്. അവലോസും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി അത് ഈ സ്റ്റിക്കറില് നമ്മുടെ നമ്പറുണ്ട്. നമ്മുടെ നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഞങ്ങളത് പറഞ്ഞ എത്ര കിലോ വേണം, എങ്ങനെ വേണം എന്ന് പറഞ്ഞ് ഞങ്ങളത് പാക്ക് ചെയ്ത് 100-ന്റെ ആണോ 100-ന്റെ, 1 കിലോ ആണോ 1 കിലോ, 1/2 കിലോ ആണോ 1/2 കിലോ, അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കും. അപ്പൊ 1 സെക്കൻഡത്തെ കേസേ ഉള്ളൂ. നമ്മുടെ ഇതുപോലുള്ള നല്ല വാർത്തകൾ അറിയണമെങ്കിൽ നമ്മുടെ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഒത്തിരി നഷ്ടങ്ങളും ഒക്കെ ഞങ്ങൾക്ക് സംഭവിച്ചു. എന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾ എന്നാലും ഇപ്പൊ നല്ല രീതിയിൽ എത്തി നിൽക്കുവാണ്. നമ്മൾ ഇച്ചിരി ഒരു എന്ത് സംരംഭം തുടങ്ങിയാലും നമുക്കൊരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. എന്നാലും നമ്മൾ ഈ രീതിയിലെത്താം. ഇപ്പൊ ഞങ്ങൾക്ക് അതത്രേ ഉള്ളൂ. അത് നമ്മൾ നല്ല രീതിയിൽ ഞങ്ങൾ 4 പേരും ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അതൊരു കൂട്ടായ്മ. അത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ വേണം. 4 പേർക്ക് ഒരുപോലെ ചിന്ത, ഒരുപോലെ പ്രവർത്തിക്കണം. അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ട്. അന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഇട്ടെറിഞ്ഞ് പോകേണ്ട ഒരു ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിൽ തോന്നിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. 5 വർഷം 5 വർഷം കഴിഞ്ഞു. 6 വർഷം ഇപ്പോഴാണ് നമ്മൾ സക്സസിലേക്ക് എത്തിയത്. ശരിക്കും നമുക്കൊരു കുഴപ്പമില്ല. ഇല്ല, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ആൾക്കാർ പറയുന്നു, ഓർഡർ പറയുന്നു. അതായത് ചാവലോസൊക്കെ ആണെങ്കിലും ഓരോരുത്തർ വന്നു പറയുന്നു. ചിലപ്പോ തേങ്ങയില്ല, അതും ഞങ്ങളെടുത്ത് അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഒക്കെ ഭയങ്കര ഇതാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പേരെന്ന് പറഞ്ഞേ? ഉത്രം. ഇനിയിപ്പോ കടകളിലേക്കും തുടങ്ങും.
ആഹാ ഇച്ചിരി വിപുലീകരിച്ച് അതല്ലേ ഇപ്പം വീടുകളിലും ഓർഡർ പറയുന്നവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുവാണ്. കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് ഇനി കടകളിലേക്ക് നമ്മൾ ഇറങ്ങുവാണല്ലേ? ഇറങ്ങും. പിന്നല്ല. ഇപ്പൊ എന്തായാലും വിജയിച്ചു വരട്ടെ. ഇപ്പൊ വീഡിയോ എല്ലാവരോടും ജസ്റ്റ് ഷെയർ ചെയ്യാൻ പറഞ്ഞേ. ഞങ്ങളുടെ വീഡിയോ ജസ്റ്റ് എല്ലാവരും ഒന്ന് ഷെയറും ലൈക്കും ഒക്കെ തരും. സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ഷെയറിലും ലൈക്കിലുമാണ് ഞങ്ങളുടെ ഇനി മുന്നോട്ടുള്ള വിജയം. നമ്പറൊക്കെ താഴെ കൊടുത്തേക്കാട്ടോ. ശരി എന്നാ, മാറിക്കോട്ടെ എന്നാ. ശരി.